രാഹുൽ ഗാന്ധിയും അതോടൊപ്പം സോണിയാഗാന്ധിയും ഇന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. രണ്ടുപേരെയും കൂടിയുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ വയനാട്ടിലേക്ക് ഇറങ്ങുകയാണ്. സോണിയയും രാഹുലും സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണ് വയനാട്ടിലേക്ക് വരുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉള്ള ഹെലികോപ്റ്ററാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക വയനാട്ടിലുണ്ട്. പ്രിയങ്ക മണ്ഡല പര്യടനത്തിലാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇത് സ്വകാര്യ സന്ദർശനമാണ്. രാഹുലിനൊപ്പം സോണിയാഗാന്ധി കൂടി ഇത്തവണ വയനാട്ടിലേക്ക് എത്തുകയാണ്. ഇരുവരുടെയും സ്വകാര്യ സന്ദർശനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക മണ്ഡലത്തിൽ സജീവമാണ്. നമുക്ക് പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലെ മണ്ഡലത്തിലേക്ക് ഇതാ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലത്തിൽ സജീവമായ പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കണ്ടിരുന്നു. കരുളായി ഉൾവനത്തിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടറിയാൻ പ്രിയങ്ക ഗാന്ധി പോയതും കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക മണ്ഡലത്തിൽ സജീവമാണ്. അനാഥ മന്ദിരത്തിൽ താമസിക്കുന്ന കുട്ടികളെ പോയി കണ്ട് അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ കടയിൽ പോയി എഴുതി വാങ്ങുന്ന പ്രിയങ്കയെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉൾവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കണ്ടിരുന്നു. വീടും ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്ന് ട്രൈബൽ എക്കണോമിയിൽ PhD ചെയ്യുന്ന സി വിനോദ് കാടിനെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ യാത്രയിൽ പ്രിയങ്കയോട് വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ മൂവരും കാറിൽ കയറിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇവർക്കൊപ്പം ഉണ്ട്. ജില്ലയിലെ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇവരെ സ്വീകരിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക മണ്ഡലത്തിൽ സജീവമാണ്. പക്ഷേ രാഹുലിനും സോണിയയ്ക്കും ഇതൊരു സ്വകാര്യ സന്ദർശനമാണ്. അതെ, പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിന്റെ MP ഒരാഴ്ചയായി മണ്ഡലത്തിലുണ്ട്. വിവിധ പരിപാടികളിൽ സ്വകാര്യ വ്യക്തികളെ അടക്കം കണ്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ തുടരുന്ന സമയത്ത് തന്നെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടുപേരെയും സംബന്ധിച്ച് കേവലം ഇത് സ്വകാര്യ സന്ദർശനം മാത്രമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റു പരിപാടികളൊന്നും തന്നെ പൊതുപരിപാടികളൊന്നും തന്നെ ചാർട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതൃത്വം ഒന്നടങ്കം എത്തിയാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടുണ്ട് രാഹുലിനെയും സോണിയയും സ്വീകരിക്കുന്നതിന് വേണ്ടി. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇരുവർക്കുമൊപ്പം ഹെലികോപ്റ്ററിൽ തന്നെയാണ് വന്നത്. ബാക്കി സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയാണ് രണ്ടുപേരെയും സ്വീകരിച്ചിട്ടുള്ളത്. നേരെ ഇവിടെ നിന്ന് പടിഞ്ഞാറത്തറയിൽ നിന്ന് ഹോട്ടലിലേക്കാണ് രണ്ടുപേരും നേതാക്കളുമായി ഇവർ സംസാരിക്കും, കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും ഔദ്യോഗികമായി ഒരു ഷെഡ്യൂൾ ചെയ്ത പരിപാടിയല്ല എന്ന രീതിയിൽ തന്നെയാണ്. ഏതായാലും ഒരു ദിവസമാണ് ഈ രണ്ടുപേരും വയനാട്ടിൽ ജില്ലയെ സംബന്ധിച്ച്. പ്രിയങ്കയെ കാണാൻ വേണ്ടി കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്.